പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ഗ്രേസ് ടോക്സിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ ഈ ഭാഗം ബൈബിൾ തുറന്ന് വായിക്കണം കേട്ടോ. ഞാൻ പെട്ടെന്നൊന്ന് ഔട്ട്ലൈനായിട്ട് പറഞ്ഞു പോകാം. ഇങ്ങനെയാണ്: യേശു കടലിൻ്റെ മുകളിൽ കൂടെ നടന്നു വരികയാണ്. ശിഷ്യന്മാർ വഞ്ചിയിലിരിപ്പുണ്ട്. യേശു നടന്നു വരുന്നത് കണ്ടിട്ട് അവർ ഭയപ്പെടും. അടുത്ത് വന്നു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും കർത്താവാണെന്ന്. അപ്പോൾ പത്രോസ് കർത്താവിനോട് പറയും, കർത്താവെ, അങ്ങാണെങ്കിൽ ഞാനും അങ്ങോട്ട് വരട്ടെ. അപ്പോൾ കർത്താവ് യേശു അവനോട് പറയും, പോന്നോ, അങ്ങ് വിളിക്കുമ്പോൾ പത്രോസ് വള്ളത്തിൽ നിന്ന് ഇറങ്ങി, വഞ്ചിയിൽ നിന്നിറങ്ങി, കാലുവെച്ച് അടിവെച്ച് യേശുവിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് ഈ വചനഭാഗം. ഇതിനകത്ത് എവിടെയാണ് കൃപ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു. ഇങ്ങനെയാണ്: പത്രോസ് ഇറങ്ങി യേശുവിൻ്റെ ഫേസിലോട്ട് മാത്രമാണ് അവൻ്റെ ശ്രദ്ധ ആയിരിക്കുന്നത്. യേശു അവനെ വിളിക്കുന്ന സമയത്ത് പത്രോസ് വള്ളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അവൻ നടക്കുകയാണ്. പത്രോസ് നടക്കുന്ന സമയത്ത് പത്രോസ് ഓർക്കാതിരുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? താൻ നടക്കുന്നത് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെയാണെന്ന് പത്രോസ് ഓർത്തില്ല. അദ്ദേഹം വിചാരിച്ചത് സമതല പ്രദേശത്ത് കൂടെ നടക്കുകയാണെന്ന് വിചാരിച്ച്, ഒരു നിരപ്പായ തറയിൽ കൂടെ നടക്കുകയാണെന്ന് വിചാരിച്ച് അദ്ദേഹം നടക്കുകയാണ്. കാരണം അദ്ദേഹം കൂളായിട്ട് നടന്നു പോവുകയാണ്. കൃപയുടെ പ്രത്യേകത ഇതാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തെ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഫോക്കസ് യേശുവിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ ദുർഘടം വന്നു കഴിഞ്ഞാലും അതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. നമ്മുടെ ഫോക്കസ് യേശുവിലായിരിക്കണം. പക്ഷെ പത്രോസ് ഇങ്ങനെ നടന്ന് യേശുവിൻ്റെ അടുത്തോട്ട് എത്താറായി. യേശുവിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ഒരു തിരമാല അടിച്ചു. ആ തിരമാല അടിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ക്രിസ്തുവിൽ നിന്ന് അപ്പുറത്തോട്ട് മാറ്റപ്പെട്ടു. സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മാറി. ആ സെക്കൻഡിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു, ഞാൻ തറയിൽ കൂടെ അല്ല നടക്കുന്നത്, ഞാൻ വെള്ളത്തിൽ കൂടെയാണ്. ആ സെക്കൻഡിൽ അദ്ദേഹത്തിൻ്റെ അകത്തൊരു ഭയം കയറി വന്നു. അടുത്ത സെക്കൻഡിൽ അദ്ദേഹം താഴ്ന്നുപോയി. അദ്ദേഹം യേശുവിൻ്റെ അടുത്ത് എത്തി എന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇദ്ദേഹം മുങ്ങിപ്പോയ ഉടനെ തന്നെ കർത്താവ് അദ്ദേഹത്തെ കൈക്ക് പിടിച്ച് പൊക്കിയെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, പ്രതികൂലങ്ങൾ എത്ര വന്നു കഴിഞ്ഞാലും സമതല പ്രദേശത്തു കൂടെ സമാധാനത്തിൽ നമ്മൾ നടക്കും. ശ്രദ്ധ യേശുവിൽ നിന്ന് മാറുമ്പോഴാണ് സർക്കംസ്റ്റാൻസസ്, അതായത് സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമാണെന്ന് നമ്മൾ അറിയുന്നത്. അപ്പോഴാണ് ഈ പ്രതികൂലങ്ങൾ നമ്മളെ ഭയപ്പെടുത്താൻ തുടങ്ങുന്നത്. കൃപയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്: യേശുവിനെ നോക്കുക, അവൻ ചെയ്യുന്ന പ്രവൃത്തി കാണുക. അത് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രതികൂലങ്ങൾ നിനക്കൊരു വിഷയമല്ല. ഗ്രേസിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഗ്രേസ് ഈസ് നോട്ട് നാച്ചുറൽ, ഇറ്റ് ഈസ് ഓൾവേസ് സൂപ്പർ നാച്ചുറൽ. അതെ, കൃപയെന്ന് പറയുന്നത് മനുഷ്യൻ്റെ കഴിവിന് അപ്രാപ്യമായത്, ദൈവത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്നത്, അവൻ്റെ ശക്തി നമ്മുടെ മേലേക്ക് പ്രവഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതായത് നമ്മുടെ ശരീരത്തെ ദൈവം തനിക്ക് പ്രവർത്തിക്കാൻ ഒരു ഉപകരണമാക്കി മാറ്റുന്ന അവസ്ഥയാണ് ഗ്രേസ് എന്ന് പറയുന്നത്. ഈ കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. പ്രതികൂലങ്ങളുടെ നടുവിലൂടെയല്ല, പ്രതികൂലത്തിൻ്റെ മുകളിലൂടെ സമതല പ്രദേശത്തു കൂടെ നടക്കുന്നത് പോലെ നീ നടക്കാൻ തുടങ്ങും. പത്രോസ് നടന്നത് പോലെ എതിർപ്പുകൾ ഉണ്ടാകുമായിരിക്കാം, ഡസൻറ്റ് മാറ്റർ. നീ കൃപയില. കൃപ നിനക്ക് അനുകൂലമാണ്. കൃപ അനുകൂലമാണെന്നുണ്ടെങ്കിൽ ലോകം പ്രതികൂലമായാലും നിങ്ങളുടെയോ എൻ്റെയോ വിഷയമല്ലാതെ. കാരണം കൃപ നമുക്ക് അനുകൂലമാണ്. കൃപ നമുക്ക് അനുകൂലമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആർക്കും നമുക്ക് എതിര് നിൽക്കാൻ പറ്റത്തില്ല. ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉറക്കട്ടെ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പിതാവേ, ഈ നിമിഷം അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ അങ്ങയുടെ മക്കളുടെ മേൽ സമർത്ഥമായി വ്യാപരിക്കട്ടെ. ഇവർ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടട്ടെ. പ്രതികൂലങ്ങളുടെ മധ്യത്തിലൂടെയല്ല കർത്താവെ, പ്രതികൂലങ്ങളുടെ മുകളിലൂടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ മുഖത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവെ അവിടുത്തെ മക്കൾക്കിടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവമേ. ആലീസ് എന്ന പേരുള്ള ഒരു സ്ത്രീയെ കർത്താവ് ഈ സമയങ്ങളിൽ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈവറ്റ് ഏരിയയിൽ അസഹ്യമായ ചൊറിച്ചിലും ബുദ്ധിമുട്ടും വന്ന് അലർജി മൂലം ബുദ്ധിമുട്ടുന്ന ചിലരെ കർത്താവ് പരിപൂർണമായി അതിൽ നിന്ന് വിടുവിക്കുന്നു. മാനസിക സംഘർഷം മൂലം മനോരോഗത്തിൻ്റെ അവസ്ഥയിലേക്ക്, ഡിപ്രഷനിലേക്ക്
എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അതിൽ നിന്ന് കർത്താവ് പരിപൂർണമായി വിടുവിക്കുന്നു. നിരന്തരമായി ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കർത്താവ് ആ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. ക്യാൻസർ, വ്യക്തമായി പറയാം, ബ്ലഡ് ക്യാൻസർ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് വിശ്വാസത്തിൽ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ചില നിലപാടുകൾ എടുക്കുവാൻ, ചുവടുകൾ വയ്ക്കുവാൻ കർത്താവ് അവർക്ക് അതിനുള്ള കൃപ നൽകുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേലിരിക്കട്ടെ. ദൈവകരം നിങ്ങളോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.